പാലക്കാടിന്റെ MLA എന്ന് പറയുന്നത് ഇവിടുത്തെ പാലക്കാട്ടെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും രാത്രി സമയങ്ങളിൽ സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയായിട്ട് പാലക്കാട് MLA മാറിയിട്ടുണ്ട്. അദ്ദേഹം ഒരു സാഡിസ്റ്റിനെ പോലെയാണ് പെരുമാറുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു രോഗത്തിന് അടിമപ്പെട്ട പോലെ, ലൈംഗിക വൈകൃതത്തിന് അടിമപ്പെട്ടതുപോലെ ഇദ്ദേഹം നിരന്തരമായി നിരവധി ആളുകൾക്കാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ചാറ്റർജി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പാതിരാ മെസ്സേജ് വരാത്ത ഒരു വനിതാ മാധ്യമ പ്രവർത്തകരും ഇല്ല എന്നാണ് മാധ്യമ പ്രവർത്തകർക്കിടയിൽ അടക്കം പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിരവധി ആളുകൾ പറഞ്ഞു ഇത്തരത്തിൽ പരാതികൾ മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊരു പിതൃവാത്സല്യത്തോടു കൂടി കണ്ട് ശാസിച്ചു ഉപദേശിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഒരു പെൺകുട്ടിയെ 5 സ്റ്റാർ ഹോട്ടലിലെ കിടപ്പുമുറിയിലോട്ട് വിളിക്കുന്ന ആളെ ശാസിക്കുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ശരിക്കും VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളെങ്കിലും ഇതുപോലുള്ള വലയിൽ പെടില്ലായിരുന്നു. പക്ഷെ കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കന്മാരുടെയും മൗനാനുവാദം ലഭിച്ചത് കൊണ്ടാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നമസ്കാരം. പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ത്രീ വിഷയങ്ങളടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് BJP മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതിൽ ഇപ്പോൾ BJPയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഭായി നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പാലക്കാട് MLA ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണം, അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളടക്കം UDF-നെ വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു സമയത്ത്? ഇതിൽ ഈ തെരഞ്ഞെടുപ്പ് എന്നതൊരു വിഷയമേ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇന്നേ വരെ ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ മുഴുവൻ ആളുകളുടെയും ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലാണ് ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു വിഷയമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇദ്ദേഹത്തിനെതിരെ തുടർച്ചയായി ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ വാർത്തകൾക്കെതിരെ യാതൊരുവിധ തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കുവാനും ഇയാൾ തയ്യാറായിട്ടില്ല. പാലക്കാടിന്റെ MLA എന്ന് പറയുന്നത് ഇവിടുത്തെ പാലക്കാട്ടെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും രാത്രി സമയങ്ങളിൽ സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയായിട്ട് പാലക്കാട് MLA മാറിയിട്ടുണ്ട്. അദ്ദേഹം ഒരു സാഡിസ്റ്റിനെ പോലെയാണ് പെരുമാറുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു രോഗത്തിന് അടിമപ്പെട്ട പോലെ, ലൈംഗിക വൈകൃതത്തിന് അടിമപ്പെട്ടതുപോലെ ഇദ്ദേഹം നിരന്തരമായി നിരവധി ആളുകൾക്കാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ചാറ്റർജി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പാതിരാ മെസ്സേജ് വരാത്ത ഒരു വനിതാ മാധ്യമ പ്രവർത്തകരും ഇല്ല എന്നാണ് മാധ്യമ പ്രവർത്തകർക്കിടയിൽ അടക്കം പറയുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുള്ള വനിതാ ഭാരവാഹികൾക്ക് പോലും സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അതുമാത്രമല്ല ഇദ്ദേഹത്തിനെതിരെ നിരവധിയായ പരാതികൾ കൊടുത്തിട്ടും ആ പരാതികൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്നതിന് പകരം ഈ രാഹുലിനെ ഉന്നത സ്ഥാനങ്ങൾ നൽകി അദ്ദേഹത്തെ ആദരിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരു നടപടിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി രാജിവെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ഇത് കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നമല്ല, ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഒരു സംഘടനയുടെ അധ്യക്ഷ പദം ഞാൻ ധാർമ്മിക ബോധം ഉൾക്കൊണ്ടുകൊണ്ട് രാജിവെച്ചു എന്ന് പറയുന്ന സമയത്ത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടതായ ആളെ പാലക്കാട് കൊണ്ട് തള്ളുകയാണ്. അദ്ദേഹം രാജിവെക്കേണ്ടത് MLA പദവി കൂടിയാണ്. അദ്ദേഹം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിന് 1% പോലും യോഗ്യനല്ല എന്നുള്ളത് ബോധ്യം വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ ഒരു വാട്സാപ്പ് ഓഡിയോ പ്രചരിക്കുന്നുണ്ട്. ആ ഓഡിയോയുടെ സത്യാവസ്ഥ പുറത്തു പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. ഇനി അത് തെറ്റാണെങ്കിൽ എന്തേ അത് പുറത്തുവിട്ട ചാനലിനെതിരെ അദ്ദേഹം നിയമ നടപടിയുമായി മുന്നോട്ട് പോയിട്ടില്ല? അദ്ദേഹത്തിന് നിരവധി സ്ക്രീൻഷോട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ 24 മണിക്കൂറിനകം കേരളം വലിയ രീതിയിൽ ഞെട്ടുന്നൊരു കാഴ്ചക്കാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ഇദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ള, ഇദ്ദേഹത്തിന് തണലൊരുക്കിയിട്ടുള്ള നേതാക്കന്മാരുടെ പേരുകളും ഇനി വരാനിരിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അടുത്ത ദിവസം പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു പ്രത്യേക ക്ഷണിതാവായിട്ട് വിളിച്ചിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ BJPയുടെ ഇവിടുത്തെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അപ്പോൾ ഇതിൽ നാളെ വരുന്ന പ്രോഗ്രാമിൽ ഇദ്ദേഹം ഇവിടെ പങ്കെടുക്കാൻ വന്നു കഴിഞ്ഞാൽ BJPയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എന്തായിരിക്കും?
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നാളെ നടക്കുന്ന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് ഔദ്യോഗികമായി പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാൻ അദ്ദേഹത്തിന് കത്തയച്ചിട്ടുണ്ട്. അദ്ദേഹം ആ പരിപാടി പാലക്കാട് നഗരസഭ BJP നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള പാലക്കാട് നഗരസഭയുടെ പരിപാടിയിൽ മുഖ്യാതിഥി എന്നല്ല, അതിനകത്ത് ഒരു കാണിയായിട്ട് പോലും അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുന്നതിന് പാലക്കാടൻ ജനത തയ്യാറാവില്ല. അദ്ദേഹം പങ്കെടുക്കരുത് എന്ന് ഔദ്യോഗികമായി തന്നെ പാലക്കാട് നഗരസഭ അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. VD സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഏത് കോൺഗ്രസിന്റെ എത്ര വലിയ പദവി വഹിക്കുന്ന നേതാവാണെങ്കിലും ശക്തമായിട്ടുള്ള നടപടി മുഖം നോക്കാതെ എടുക്കുമെന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട്. അല്ല, അതിന് 1% പോലും സാധ്യതയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിരവധി ആളുകൾ പറഞ്ഞു ഇത്തരത്തിൽ പരാതികൾ മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊരു പിതൃവാത്സല്യത്തോടു കൂടി കണ്ട് ശാസിച്ചു, ഉപദേശിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഒരു പെൺകുട്ടിയെ 5 സ്റ്റാർ ഹോട്ടലിലെ കിടപ്പുമുറിയിലോട്ട് വിളിക്കുന്ന ആളെ ശാസിക്കുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ശരിക്കും VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളെങ്കിലും ഇതുപോലുള്ള വലയിൽ പെടില്ലായിരുന്നു. പക്ഷെ കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കന്മാരുടെയും മൗനാനുവാദം ലഭിച്ചത് കൊണ്ടാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് BJPയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം താങ്കൾ പറഞ്ഞിരുന്നു. അത് പാലക്കാട് ഇദ്ദേഹത്തെ കാലുകുത്തിക്കില്ല എന്നുള്ള രീതിയിലൊരു പ്രതികരണമായിരുന്നു. അത് എങ്ങനെയായിരിക്കും ഇനിയുള്ള വരും ദിവസങ്ങളിൽ അത് യാഥാർത്ഥ്യമാകും, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് വലിയ രീതിയിലുള്ള ഒരു വിഷയങ്ങൾക്ക് പോകാനുള്ള സാധ്യതയില്ല? അല്ല, ഇതുപോലുള്ള ഒരു പെണ്ണുപിടിയനെ എങ്ങനെയാണ് പാലക്കാട് നഗരജനത സ്വീകരിക്കുന്നത്? പാലക്കാട് മണ്ഡലത്തിൽ അദ്ദേഹം കാലുകുത്താൻ യോഗ്യനല്ല, അർഹനല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ നിരവധി, ഒന്നല്ല രണ്ടല്ല, നിരവധി ആളുകൾ അദ്ദേഹത്തിനെതിരെ ഓരോ ഘട്ടത്തിലായി വന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ട് ആളുകൾ വന്നതിന് ശേഷവും അതിനെ നിയമപരമായിട്ട് നേരിടുവാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതിനർത്ഥം അദ്ദേഹം പ്രതി തന്നെയാണ്. പിന്നെ ധാർമ്മിക ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു എന്ന് പറഞ്ഞാൽ പാലക്കാടൻ MLA ആയിട്ട് തുടരാൻ, അപ്പൊ കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തെ വേണ്ട, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വേണ്ട, പാലക്കാടൻ ജനത അദ്ദേഹത്തെ സഹിച്ചോളണം എന്നുള്ളതാണ്. അങ്ങനെ കോൺഗ്രസിന്റെ മാലിന്യത്തെ ചുമക്കാനുള്ള ചവറ്റുകൊട്ടയല്ല പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാട്ടിലേക്ക് ഇത്തരത്തിലുള്ള മാലിന്യങ്ങളെ തുടച്ചു നീക്കുക തന്നെ വേണം. പാലക്കാടൻ ജനത ഒറ്റക്കെട്ടായി ഈ പെണ്ണുപിടിയനെതിരെ അതിശക്തമായ രീതിയിലുള്ള ജനകീയ പ്രതിരോധം തീർക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധ പരിപാടികളുമായിട്ട് BJP പാലക്കാട് കമ്മിറ്റി ഇപ്പോൾ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് BJPയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. പാലക്കാട് നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ്.